നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനുപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം ക്രൈസ്തവ ഭക്തഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ അപ്പോസ്തലനായ പൗലൂസിൻ്റെ വിടവാങ്ങൽ സന്ദേശം എന്ന നിലയിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ദൈവം ആരെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരിക്കൽ എങ്കിലും എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ, എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എടുക്കണമേ, എന്നെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എന്നാൽ പലരെയും ദൈവം കരങ്ങളിൽ എടുത്തുപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം ഒരു വ്യക്തിയെ തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കണം എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? കുശവൻ്റെ പണിക്ക് കീഴ്പ്പെടുന്ന കളിമൺ പാത്രത്തെ മാത്രമേ നല്ല പാത്രമാക്കി തീർക്കുവാൻ കുശവന് സാധിക്കുകയുള്ളൂ. കുശവൻ്റെ പണിയെ യിരെമ്യാവിന് ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കേടുള്ളതിനെയും പ്രാപ്തിയില്ലാത്തതിനെയും ലോകം തള്ളിക്കളയുമ്പോൾ, നിരാകരിക്കുമ്പോൾ, നിരസിക്കുമ്പോൾ ചീത്തയായ കളിമൺ പാത്രത്തെ സ്വർഗീയ കുശവനാകുന്ന ദൈവം തനിക്ക് തോന്നിയ വിധത്തിൽ മറ്റൊരു പാത്രമാക്കി തീർക്കുന്നു. ഇപ്രകാരം യെശയ്യാവും പറഞ്ഞിട്ടുണ്ടെങ്കിലും, യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ. ദൈവത്താൽ മെനയപ്പെടുവാൻ സ്വയം സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വായിച്ച ദൈവവചനം പോലെ തന്നെത്താൻ വെടിപ്പാക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധവും ഉടമസ്ഥനുപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിത്തീരുവാൻ കഴിയുകയുള്ളൂ. വാസ്തവമായിട്ടും ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവസഭയിൽ ദുരുപദേഷ്ടാക്കന്മാരും ദൈവവചനത്തെ പ്രസംഗിക്കുന്നവരും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. സഭയെ ഒരു ഭവനത്തോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഒരു വീട്ടിലെ പാത്രങ്ങളിൽ ചിലത് നല്ല കാര്യത്തിനും മറ്റു ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഹീനകാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വയം ശുദ്ധീകരിക്കപ്പെടുവാൻ മനസ്സ് വച്ചാൽ ഹീനപാത്രങ്ങൾക്കും മാനപാത്രങ്ങളായി തീരുവാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ് പൗലോസ് ഇവിടെ തിമോത്തിയോസിന് നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം. വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലും ദിനംതോറും തങ്ങളെ തന്നെ വെടിപ്പാക്കുവാനായിട്ട് സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ യജമാനന് ഉപയോഗമുള്ള പാത്രങ്ങളായിട്ട് മാറുകയുള്ളൂ. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ പോക്കി ഞങ്ങളെ വിശുദ്ധിയിൽ തികഞ്ഞവരായിട്ട് തീർക്കണമേ എന്നുള്ളത്. തങ്ങളുടെ ജീവിതത്തിലുള്ള കന്മഷങ്ങളെ കണ്ടെത്തേണ്ടത് നാമാണ്. അവയെ നീക്കിക്കളയുവാൻ നാം നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. ശലോമോൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. വെള്ളി വീണ്ടെടുപ്പിനെയാണല്ലോ കാണിക്കുന്നത്. ഈ വചനപ്രകാരം നമ്മളിൽ നിന്ന് കീടങ്ങൾ മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുന്നതും അതുതന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും തീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നുറുക്കപ്പെടുവാൻ നാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടതിന് നാം പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ നാം പലതിലും ആശ്രയിക്കുന്നവരാണ്. ജോലിയുള്ളവർ ജോലിയിലും, പണമുള്ളവർ അവരുടെ പണത്തിലും, ബന്ധുബലമുള്ളവർ അവരുടെ ബന്ധുബലത്തിലും, കഴിവുള്ളവർ അവരുടെ കഴിവിലും ഒക്കെ ആശ്രയിക്കുന്നു. ഈ കഴിവുകളൊക്കെ നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു എന്നുള്ളതിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അതാണ് തകർന്നും നുറുങ്ങിയുമുള്ള അനുഭവം എന്ന് ദൈവത്തിനും വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തകർക്കപ്പെട്ട്
ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്ന ഒരാത്മീയ അനുഭവം, ദൈവമല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള ജീവിതം, ഏത് കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു വിശ്വാസം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ജഡത്തിലും ആത്മാവിലുമുള്ള കുറവുകൾ, കന്മഷങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും. അത് വെടിപ്പാക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മളിലുണ്ടാകും. അതുവഴിയായി നാം യജമാനന് ഉപയോഗപ്രദമായ ഒരു പാത്രമായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയാകും. ദാവീദ് തോട്ടിലെ കല്ല് തൻ്റെ കൈകളിൽ എടുത്തു. ആ കല്ല് ഗോലിയാത്തിൻ്റെ നെറുകയിൽ പതിച്ചു എന്നാണ് വായിക്കുന്നത്. ദാവീദിൻ്റെ കരങ്ങളിലെ കല്ല് പോലെ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിലെ ആ അപ്പം യേശു വാഴ്ത്തി അത് അനുഗ്രഹിച്ച് പുരുഷാരത്തിന് കൊടുത്തതുപോലെ ദൈവകരങ്ങളിൽ എന്നെ ഉപയോഗിക്കണമേ, എന്നെ എടുത്തു നുറുക്കണമേ, എന്നെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ, അതിനുള്ള ഉത്സാഹം നമുക്കുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനപ്രകാരം കർത്താവെ തകർന്നു നുറുങ്ങിയുമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ഞങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാവിയെല്ലാം ദൈവ